വാർത്തയിലേക്ക് കെഎസ്ആർടിസിയിലെ ജീവനക്കാരായിരുന്ന കാലത്ത് സമ്പാദിച്ച ചെറിയ സമ്പാദ്യമാണ് കൃഷ്ണൻകുട്ടി ഈരാറ്റുപേട്ട സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചത്. ചതി മനസ്സിലാകാതെ നിക്ഷേപിച്ച കൃഷ്ണൻകുട്ടി ഇന്ന് വൻ പ്രതിസന്ധിയാണ് നേരിടുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് നീക്കിവെച്ച പണമാണ് സിപിഎം ഭരിക്കുന്ന ബാങ്കിൽ നിന്നും കൃഷ്ണൻകുട്ടിക്ക് നഷ്ടമായത്. വിവിധ തരത്തിലുള്ള പ്രതിസന്ധികളെ അതിജീവിക്കുന്നവരാണ്, ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്നവരാണ് ഈ ബാങ്കിന്റെ തട്ടിപ്പിൽ പെട്ടുപോയത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന കൃത്യമായ വിവരം. പ്രത്യേകിച്ച് കൃഷ്ണൻകുട്ടി കെഎസ്ആർടിസിയിൽ ജോലി ചെയ്ത് അവിടെ നിന്നും കൃത്യമായ ശമ്പളമൊന്നും കിട്ടാത്ത സാഹചര്യമാണ് എന്ന് നമുക്കറിയാം. പക്ഷെ കിട്ടിയ ചെറിയ പൈസ കൊണ്ട് നിക്ഷേപിച്ചു. പക്ഷെ ആ പൈസ തിരിച്ച് കിട്ടാനാകാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. അതായത് ഈ ബാങ്ക് കൃത്യമായ നിക്ഷേപവും അല്ലെങ്കിൽ ലോണും തമ്മിലുള്ള വലിയ അന്തരം ഏതാണ്ട് 8 കോടിയോളം രൂപ, അതായത് 8നും 10 കോടിക്കും ഇടയിലുള്ള രൂപ മിസ്സിംഗ് ആണ് എന്നാണ് പരാതിക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ബാങ്ക് പണം കിട്ടുന്നതനുസരിച്ച് തിരിച്ചു തന്നുകൊള്ളുമെന്നും പിന്നെ ബാങ്കിൽ ചെന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, ബാങ്കിൽ അവർക്ക് പൈസ വന്നു കഴിഞ്ഞാൽ തരാനുള്ള ഒരു മനസ്ഥിതി അവർക്കുണ്ടാകണമെന്നും ഒക്കെയാണ് എന്നോട് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഒരു നിശ്ചിത പൈസ എനിക്ക് മാസം തോറും തരാമെന്ന് പറഞ്ഞിട്ട് അതൊന്നും തന്നെ വാക്ക് പാലിക്കുകയോ ഇതൊന്നും ചെയ്തില്ല. അത് കഴിഞ്ഞ് നിക്ഷേപം കൂടുതലും വായ്പ കുറവുമാണെന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഏകദേശം 2 വർഷത്തോളമായി ഇതുപോലെ ഈ പൈസയുടെ പ്രതിസന്ധി ഉണ്ടാകുകയും പിന്നെ പൈസ കിട്ടാതെയൊക്കെ ആയത്. എന്തായാലും സ്വന്തക്കാരെ തിരികെ കയറ്റുക, ഒപ്പം തന്നെ ഭരണാനുകൂലം, ഇപ്പോൾ CPM ആണ് കഴിഞ്ഞ 10-15 വർഷത്തിലധികമായി ഈ ബാങ്ക് ഭരിക്കുന്നത്. അത്തരക്കാരെ തിരികെ കയറ്റുന്നു. പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്തും കൂടുതൽ ബ്രാഞ്ച് ഉണ്ടാക്കിക്കൊണ്ട് കൂടുതൽ നിക്ഷേപകരെ സ്വരൂപിക്കുന്നു. പക്ഷേ ലോണോ അങ്ങനെ തിരിച്ചടവുള്ള ലോണുകൾ ഉണ്ടാകുന്നില്ല. സ്വന്തക്കാർക്ക് തന്നെ ലോൺ കൊടുത്തുകൊണ്ട് ബാങ്കിനെ ഫലത്തിൽ നശിപ്പിക്കുന്ന നിലയാണ് ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. നിക്ഷേപം സ്വീകരിച്ച പൈസ ഇപ്പോൾ പൈസയായിട്ടോ ലോണായിട്ടോ ഇല്ലെന്നുള്ളതാണ് വസ്തുത. അതായത് അത് ആർക്ക് കൊടുത്തു എന്നുള്ളതല്ല. ഈ ഭരണസമിതിയും മുൻ ഭരണസമിതിയും എല്ലാം ഇതിനകത്ത് അന്വേഷണം വന്നാൽ ഉൾപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം പണം മിസ്സിംഗ് ആണ്. 10 കോടി രൂപയോളം ഏകദേശം മിസ്സിംഗ് ആണ്. അതിൽ 10 ഇല്ലെങ്കിൽ പോലും ഒരു 8 കോടി രൂപയോളം എങ്ങനെയാണേലും മിസ്സിംഗ് ഉള്ള കാര്യത്തിൽ സംശയമില്ല. കുറച്ച് അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ ഭരണകക്ഷിയിൽപ്പെട്ട ജീവനക്കാരും മറ്റു എല്ലാമാണ് അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ എല്ലാവർക്കും അതുമായിട്ടൊരു ലിങ്ക് ഉണ്ട്. ആയതുകൊണ്ട് ആ അന്വേഷണം വഴിമുട്ടിച്ച് നിർത്തുന്നതാണ്. അതാണ് അറിയാൻ പറ്റുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടും പോലീസ് കാര്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല. സഹകരണ വകുപ്പിന് നൽകിയ പരാതിയിലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈരാറ്റുപേട്ട ബാങ്കിന്റെ ഒരു പ്രത്യേകത. നമുക്കറിയാം, സംസ്ഥാനത്തെ ബാങ്കുകളിലൊക്കെ സഹകരണ വകുപ്പിന്റെ ഒരു പ്രാഥമിക അന്വേഷണമെങ്കിലും നടക്കാറുണ്ട്. പക്ഷേ ഈരാറ്റുപേട്ടയിൽ അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ നിക്ഷേപകർ ചൂണ്ടിക്കാട്ടുന്നത്. കോട്ടയത്ത്